അപ്പൊ നമ്മള് ഇൻവേർണസ് എത്തിയിട്ട് രണ്ടാമത്തെ ദിവസം അല്ലേ, രണ്ടാമത്തെ ദിവസത്തെ യാത്ര നമ്മൾ ഇന്ന് തുടങ്ങുകയാണ്. നല്ല മഴയാണ്, അതാണ് ഞാൻ പുറമേ നിന്ന് വീഡിയോ എടുക്കുന്നത്. നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ന് 2-3 സ്പോട്ടുകളുണ്ട്. എല്ലാ സ്പോട്ടുകളും പോകാൻ പറ്റുമെന്ന് അറിയില്ല. ഒരു ക്രൂയിസ് ബോട്ടിംഗ് ഉണ്ട്, ബോട്ടിംഗ് ഷിപ്പിംഗ്, ക്രൂയിസ് ഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോ അതുണ്ട്. പിന്നെ ഇവിടെ എല്ലായിടത്തും ഉള്ള പോലെ കണ്ടമാനം കാസിലുണ്ട്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു കാസിൽ കാണണം, ഒരു ക്രൂയിസ് ബോട്ട് ചെയ്യണം. ഇതാണ് ഇന്നത്തെ പ്ലാൻ. നല്ല മഴയാണ്, പക്ഷെ ടെമ്പറേച്ചർ കാണിക്കുന്നത് 12ആണ്. അതുകൊണ്ട് ഈ ജാക്കറ്റിന് ശരിക്കും ആവശ്യമില്ല, പക്ഷെ മഴയായതുകൊണ്ട് എടുത്തിട്ടാണ്. അപ്പോൾ ബാക്കി നമുക്ക് ഇൻവേർണസ് നമ്മുടെ അക്കോമഡേഷൻ ലോച്ച്നെസ്സിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു 12-13 മൈൽ അല്ലേ. അപ്പൊ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഇവിടെ ഒരു ബീച്ച് എന്ന് പറഞ്ഞൊരു ബോർഡ് കിട്ടും. നാട്ടിലെ പോലെ ഒരു ബീച്ചല്ല, വലിയ ആൾക്കാരൊന്നും കാണുന്നില്ല ഇവിടെ. വേറെ ടൈപ്പ് ബീച്ചാണ്. ഇതൊന്ന് തടാകം ബീച്ചാക്കിയതാണോ അല്ലെങ്കിൽ ബീച്ച് മഴയിനുള്ളിൽ കയറി എന്നാണെന്ന് അറിയില്ല. അപ്പോൾ ഇതാണ് ആ ബീച്ച്. നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം എന്താ അവസ്ഥ. ഇതാണ് ബീച്ചിന്റെ സൈഡ്. ബീച്ചിൽ നമ്മൾ തിക്കോടി കടപ്പുറത്ത് പോകുന്ന പോലെ നമുക്ക് ഇറങ്ങാനൊന്നും പറ്റുന്നില്ല, പക്ഷെ കൊള്ളാം, നല്ല വൈബുണ്ട്. നോ ഓവർനൈറ്റ് പാർക്കിംഗ്. ഓവർനൈറ്റ് ആരും പാർക്ക് ചെയ്യുന്നില്ല മക്കളെ. നല്ല കാറ്റുണ്ട് അല്ലേ, ഭയങ്കരமான കാറ്റല്ലേ, ഭയങ്കരமான കാറ്റ്. ഇവിടെ ഒരു ട്രക്ക് റെസ്റ്റോറന്റ് ഒക്കെ ഉണ്ട്. ഇത് ക്ലോസ്ഡ് ആണിപ്പോ. അടിപൊളി, നല്ല രസമുണ്ട് കാണാൻ. അടിപൊളി അങ്ങോളം ഇങ്ങനെ വന്ന് മലേന്റെ ഇടുക്കിലേക്ക് പിന്നെ കടല് കയറി വന്നത് അല്ലേ. അടിപൊളി. ഇത് ഇഷ്ടപ്പെട്ടു. ശരിയാ, ഇതാണ് പക്ഷെ നമ്മൾ ലൊക്കേഷൻ കാണിക്കുന്നത് വേറെയാണല്ലോ. അപ്പോൾ മക്കളെ, നമ്മളെ ഗൂഗിൾ മാപ്പ് ചതിച്ചാണ്. ഇതാണ് ലോച്ച്നെസ്. ഇതായിരുന്നു നമ്മൾ പറയേണ്ട സ്ഥലം. റെസ്റ്റോറന്റ് നമുക്ക് നാട്ടിൽ തുടങ്ങിയാൽ പറ്റും. പഴയ വാന് ആ നാട്ടിലെ മറ്റേ ലോറിന്റെ പോലെ പിന്നെ കണ്ടുവരും അല്ലേ. ഇഷ്ടപ്പെട്ടു, ഇതിന്റെ ലുക്കൊക്കെ ഇഷ്ടപ്പെട്ടു. ഇറക്കുന്നുണ്ടാ. വീടുകളൊക്കെ അവിടെയൊക്കെ ഇതുപോലെ ടൂറിസ്റ്റ് സ്പോട്ടിലൊക്കെ ഇവിടെ ഇങ്ങനെ റെസിഡൻഷ്യൽ ഏരിയ ഉണ്ട് കേട്ടോ. ഭയങ്കര സൈലന്റ് ഏരിയ അല്ലേ, നല്ല ഏരിയ. പക്ഷെ അധികം സൈലന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡിപ്രഷനിലേക്ക് പോകൂലേ. ഇവിടെയൊക്കെ ഫുൾ ടൈം ഇങ്ങനത്തെ കാറ്റായിരിക്കും. ഇതൊക്കെ നമുക്ക് നാട്ടിലെ നമ്മൾ ഈ ഔട്ട് ഹൗസ് ഒക്കെ എടുത്തു വെക്കുന്ന പോലെ എടുത്തൊക്കെ പറ്റിയ സ്ഥലമാണ്. ചേട്ടാ ഫുൾ ടൈം താമസിക്കുന്നത് അറിയില്ല. ഒരു റിസോർട്ട് ഔട്ട് ഹൗസ് സെറ്റപ്പ് ആണ്. അതൊക്കെ അടിപൊളിയാണ്.